ഈ യാത്ര ഞങ്ങൾ പാലക്കാട് കൊല്ലങ്കോട് നിന്നും തമിഴ്നാട്ടിലേക്കാണ്. ആനമല വഴി വലിയ തിരക്കുകളൊന്നുമില്ലാത്ത ഒരു അടിപൊളി റൂട്ടിലൂടെ ഒരു ചെറിയ തമിഴ് ഗ്രാമം വിസിറ്റ് അടിച്ചു. നല്ല വൃത്തിയുള്ള വലിയ തിരക്കുകളൊന്നുമില്ലാത്ത ശാന്തമായ ഒരു വില്ലേജ്. ഉച്ച സമയം ആയതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ, ഇവിടെ ഒന്നും അധികം ആളുകളെ കാണാനില്ല. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ തമിഴ് വില്ലേജ്. മുമ്പിൽ കണ്ട ഒരു പരിചയമില്ലാത്ത ഇടവഴികളിലൂടെയൊക്കെ കയറി ഈ ഭൂമിയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏതൊക്കെയോ സിനിമകളിൽ കണ്ടു മറന്ന ഗ്രാമങ്ങൾ പോലെ ചില സ്ഥലങ്ങളും ആളുകളെയൊക്കെ കണ്ട് തിരിച്ചു വരാം. ഇറ്റ്സ് മീ ആഷിഖ്, വെൽക്കം ടു റോ ലൈഫ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ കൊല്ലങ്കോട് സൂര്യൻ ഉദിച്ചു തന്നെ ഒരു കാഴ്ച കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മുകളിൽ കയറി വന്ന്. അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ മഴ, ഇന്നിപ്പോൾ രാവിലെ ചെറിയ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തം കാർമേഘമൊക്കെ ആയിട്ട് മൊത്തം മൂടി നിൽക്കുക. അപ്പോൾ അത് നടക്കില്ല. പിന്നെ ഇപ്പം മഴ തുടങ്ങി, വീണ്ടും മഴ തുടങ്ങി. പറ്റിയാൽ മഴ കുറയുവാണെങ്കിൽ നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. എനിക്ക് തോന്നുന്നു മഴ കുറയും, കാരണം ഇപ്പോൾ വീണ്ടും മഴയുടെ ശക്തി ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ദൂരമൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ അടുത്തുള്ള കുറച്ച് ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യാം. ഇന്നൊരു ദിവസം കൂടെ കാണുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും ഞങ്ങൾ തിരിച്ചു പോകും. ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും. ഇവിടെ താഴെ ബ്രാഹ്മിൻസിൻ്റെ ഒരു ഹോട്ടലുണ്ട്, അപ്പോൾ അത് കാണിച്ചു തരാം. നല്ല ഹോട്ടലാണ്. രാവിലെ നമ്മുടെ വാഹനത്തിൽ കുറച്ച് പെട്രോൾ അടിക്കണം. ഇന്നലെ വന്നപ്പോൾ 600 രൂപയ്ക്ക് അടിച്ചതാണ്. നല്ലൊരു മഴയൊക്കെ പെയ്തിട്ട് ഒരു മൺസൂൺ ക്ലൈമറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോകാം. ഓക്കെ. അതിരാവിലെ എണീറ്റ് ഒരു ചെറിയ മഴയൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പാലക്കാടിൻ്റെ പാടങ്ങളും തെങ്ങിൻ തോപ്പുകളൊക്കെ കണ്ട് ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ അടിച്ച് ബൈക്കിലിങ്ങനെ എങ്ങോട്ടെന്നറിയാണ്ട് ഒരു യാത്ര. രാവിലെ ഞങ്ങളിവിടെ ഒരു ഡാമുണ്ട്, ചുള്ളിയാർ ഡാം എന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലങ്കോട് ഞങ്ങൾ താമസിച്ച ലോഡ്ജിൽ നിന്ന് ഒരു 10 കിലോമീറ്ററോളം ഉണ്ടാവും മൊത്തത്തിൽ. മെയിൻ റോഡിൽ നിന്ന് 6 കിലോമീറ്റർ. അവിടെ നിന്ന് ഒരു റൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ദൂരം കൂടെ ഉണ്ട് ചുള്ളിയാർ ഡാമിലേക്ക്. പോകുന്ന വഴിയിൽ ഇതേ ഇങ്ങനെ ഒരു കാഴ്ചയൊക്കെ കണ്ടപ്പോൾ നിർത്തിയ കേട്ടോ. കണ്ടപ്പോൾ നല്ല രസമുള്ളൊരു വീട്, പഴയൊരു വീട്. ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പാലക്കാട് ഇങ്ങനെ ഒട്ടുമിക്ക റൂട്ടുകളിലും ഇങ്ങനെ പഴയകാല വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ എവിടെയെങ്കിലും ബൈക്ക് പാർക്ക് ചെയ്യാം. ഞങ്ങൾ നടന്ന് ഡാമിലെത്തി. രാവിലെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്, മഴയൊക്കെ ആയിട്ട് ചെറിയ മൂടി കിടക്കുന്ന ഒരു ക്ലൈമറ്റ്. എന്ത് സമാധാനം, കാറ്റൊക്കെ അടിച്ച് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ആരുമില്ല. ഞാനിവിടെ വന്നപ്പോൾ 2-3 പേര് മോർണിംഗ് വാക്കിനും പിന്നെ വർക്കൗട്ട് ചെയ്യാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. ഇപ്പോൾ ഇതേ ആരുമില്ല, ഞാനും ഇതേ ജെയ്സനും മാത്രം. നല്ല ഭംഗിയുള്ള സ്ഥലം. എനിക്ക് തോന്നുന്നു ഇത് അവിടെ നിന്നൊരു വ്യൂ കണ്ടിട്ട് ദിലീപിൻ്റെ ഏതോ മൂവിയിൽ ഈ ഡാമിൻ്റെ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ ഇതേ കാണുന്ന അങ്ങ് മല കേട്ടോ. ആ മല മഞ്ഞങ്ങ് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഈ പാലക്കാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം വരുന്നത് അമ്പലങ്ങൾ, നെൽപ്പാടങ്ങൾ, പനകൾ, ഇഡലി, അഗ്രഹാരം, അങ്ങനെയുള്ള കുറേ ഓർമ്മകളാണ്. അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഡാമിനോട് ചേർന്ന് നല്ല ഭംഗിയുള്ളൊരു മരം. അപ്പോൾ അങ്ങനെ നടന്നു ചെന്നാൽ ആ മരത്തിന് താഴെ കുറച്ച് നേരം നമുക്ക് വിദൂരതയിലേക്കൊക്കെ നോക്കിയിരിക്കാം. നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളും നൊസ്റ്റാൾജിക് ഓർമ്മകളൊക്കെ ഓർത്തെടുത്ത് ഒന്ന് നെടുവീർപ്പിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. നല്ല രീതിയിൽ വിശപ്പായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി തിരിച്ചു പോകാം. ജയ്സ പോടാ, ഫുഡ് അടിക്കാം. 2 ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തോന്നുന്നുണ്ട്. കാരണം ഈ ക്ലൈമറ്റ് നല്ല രസമാണ്. ഇന്നലെ ഭയങ്കര വെയിലുള്ളൊരു ടൈപ്പ് ക്ലൈമറ്റ്, ഇന്ന് പെട്ടെന്ന് മഴയായിട്ട് അങ്ങനൊരു ക്ലൈമറ്റ്. രണ്ടും സ്വിച്ച് ചെയ്ത് കിട്ടി. അടിപൊളി, പറഞ്ഞു തീർന്നില്ല. അതേ മഴ പെയ്തു. ഇനി കുറച്ച് നേരം ഇവിടെ നിന്ന് മഴയൊക്കെ കണ്ടിട്ട് പോകാല്ലേ. പൊതുവേ ഇന്ത്യയിലെ കാലാവസ്ഥയൊക്കെ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും മാറിക്കൊണ്ടിരിക്കാവുന്നൊരവസ്ഥയിലാണ്. പണ്ടത്തെ പോലെയല്ലല്ലോ. കുറേ ദിവസം വെയിലുള്ള ദിവസങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ന്യൂനമർദ്ദം വരും. നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട് അല്ലെങ്കിൽ വാർത്ത വരുന്നത് അടുത്ത 2 ദിവസത്തേക്ക് കനത്ത മഴയായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മളിങ്ങനെ ട്രിപ്പിനായിട്ട് ഇറങ്ങിയാലും ഒന്നും പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും ന്യൂനമർദ്ദം ഉണ്ടാവും. കാലാവസ്ഥ ഇങ്ങനെ മാറി വരും.
ഡാമൊക്കെ കണ്ട് ഞങ്ങളിത് തിരിച്ചു വരുവാണ്. ഇന്നലെ പറഞ്ഞ ഒരു ബ്രാഹ്മിൺസിൻ്റെ കട ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഹോട്ടൽ ശ്രീ ഗണേഷ് ഭവൻ. ഇതാണ് ഹോട്ടൽ, ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇത്രയും മതി. ആവശ്യത്തിന് വൃത്തിയുണ്ട്, നല്ല ഭക്ഷണം. അല്ലാണ്ട് ഭയങ്കര വലിയ ബിൽഡിങ് അങ്ങനെയുള്ള ഇൻറ്റീരിയർ പരിപാടികൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ഭക്ഷണം, അത്യാവശ്യം നല്ല വൃത്തി, അത് ധാരാളം. പുട്ടും കടലയും മസാല ദോശ വന്നിട്ടുണ്ട്, കഴിച്ചു നോക്കാം. ബ്രാഹ്മിൺസ് എന്ന് പറഞ്ഞാൽ പ്യുവർ ബ്രാഹ്മിൺ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ പുട്ടും കടലയും പറഞ്ഞു, മസാല ദോശ പറഞ്ഞു, പൂരി സെറ്റ് പറഞ്ഞു, എല്ലാം അടിപൊളി ഫുഡ്. നമ്മളിതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക ടേസ്റ്റ് കറികൾ എല്ലാത്തിനും കിട്ടില്ലേ. ഇനി നേരെ റൂമിൽ പോകണം, ഫോണൊന്ന് കുത്തിയിടണം. ചാർജില്ല, രാവിലെയും കറണ്ടില്ലായിരുന്നു. കറണ്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ, ഫോണൊന്ന് കുത്തിയിടണം. അപ്പോൾ ഇതാണ് ഞങ്ങൾ റൂം എടുത്തേക്കുന്ന ബിൽഡിങ്. ബൈക്ക് നമുക്ക് ഇവിടെ താഴെ പാർക്ക് ചെയ്യാം. അപ്പോൾ കറണ്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊരു 3/4 മണിക്കൂറോളം റെസ്റ്റൊക്കെ എടുത്ത് ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം. ഈ റോഡിന് 2 സൈഡും നിറച്ച് മാവിൻ തോപ്പുകളാട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഫ്രണ്ടിൽ 2 കാളവണ്ടികൾ പോകുന്നു. വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഈ കാളവണ്ടികളൊക്കെ ഏതോ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ നിന്ന് മാഞ്ഞുപോയ ഒരു വാഹനമാണ്. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ കൺമുമ്പിൽ വന്ന് പെടുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എൻജോയ് ദ മൂമെൻറ്റ്, അത്രയേ ഉള്ളൂ. ഇനി ചെമ്മണാമ്പതി ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതായത് തമിഴ്നാട് ബോർഡർ, തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് പോയി അതിലൊന്ന് കറങ്ങിയിട്ട് തിരിച്ച് വന്ന് ഒരു അമ്പലത്തിലൂടെ കയറാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നേരെ ചെമ്മണാമ്പതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടു. പിന്നെ ഇവിടെ എത്തിയപ്പം റൂട്ട് ചെറുതായിട്ട് മാറിപ്പോയി. അപ്പോൾ അതും കൂടെ ഒന്ന് കറക്റ്റ് ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇത് കണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാവിൻ തോട്ടങ്ങൾ. നമുക്ക് എല്ലാ വെറൈറ്റി മാവുകളും ഇവിടെ ഉണ്ട്. പക്ഷേ ഒറ്റ പ്രശ്നമുള്ളൂ, മരുന്നടികളുണ്ടാവും. ഞങ്ങളിവിടെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല പ്രകൃതി, നല്ല കാറ്റും, ഒരു ചെറിയ തോടൊക്കെ പോകുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നിട്ട് പോകാം. നമ്മളങ്ങനെ തിരക്ക് പിടിച്ച് പോയിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ. യാത്രകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് എപ്പോൾ നമുക്ക് എവിടെ വെച്ച് ബ്രേക്ക് എടുക്കണമെന്ന് തോന്നുന്നോ, റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുന്നോ അത് നമ്മൾ ചെയ്യുക. പണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പാലക്കാട് തമിഴ്നാട് ബോർഡറിൽ നല്ല ഭംഗിയുള്ള കുറേ തെങ്ങുംതോപ്പുകളുണ്ട്. ഇതുപോലെ നല്ല പാലക്കാടൻ കാറ്റൊക്കെ അടിച്ചു വീശുന്ന കണ്ണെത്താ ദൂരം പരന്ന് കിടക്കുന്ന കുറേ തോട്ടങ്ങൾ. നടുവിൽ ഇതുപോലെ ഒരു ചെറിയ ഓലപ്പുരയും കാണും. കുറച്ച് പൊതിച്ചോറൊക്കെ ആയിട്ട് വന്നിരുന്ന് ഉച്ച സമയത്ത് ഊണ് കഴിക്കണം. അമ്മോ, ഭയങ്കര സിമ്പിൾ ലൈഫായിരിക്കും, പക്ഷേ ഭയങ്കര പീസ്ഫുൾ പരിപാടിയായിരിക്കും. അപ്പോൾ ചെക്ക് പോസ്റ്റ് വന്നു, അവിടെ ചോറ് കഴിക്കാൻ പറ്റിയ സ്ഥലവും കണ്ടില്ല. അത് കഴിഞ്ഞ് ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് വീണ്ടും ആനമല വരെ പോകണം. അപ്പോൾ ആനമല വന്ന് ഊണ് കഴിച്ചിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനിലും കയറി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി റോഡ്. വലിയ വണ്ടികളൊന്നും വന്നില്ല, പക്ഷേ റോഡ് അടിപൊളിയാണ്, സ്ഥലങ്ങളൊക്കെ അടിപൊളി. നമുക്ക് ഡ്രൈവൊക്കെ ചെയ്യാൻ പറ്റിയ കിട്ടില്ല, ഭയങ്കര റീഫ്രഷ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടില്ല റൂട്ട്. വന്ന് ഞങ്ങളൊരു പക്ക തമിഴ് ഗ്രാമത്തിലേക്ക് കയറി. ഈ സ്ഥലം ഏതാണെന്ന് അറിയില്ല, പക്ഷേ ഭയങ്കര വൃത്തിയുള്ള നല്ല ഭംഗിയുള്ളൊരു തമിഴ് ഗ്രാമം. നിങ്ങൾ ഇതുവഴി വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ വീടുകളൊക്കെ ഭയങ്കര അടുത്തടുത്താണ്. അതുപോലെ നല്ല വൃത്തിയുണ്ട്, ഹൈറ്റും കുറവാണ്. ഈ ഹൈറ്റ് കുറയുമ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടല്ലേ. അതെന്താണ് പരിപാടി എന്നൊന്നും മനസ്സിലായില്ല, പക്ഷേ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. ഇത് ഒരു ജംഗ്ഷനാണ്, വേട്ടൈക്കാരൻ പുത്തൂർ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണ്. നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു പക്ക തമിഴ് നാടൻ ഹോട്ടലുണ്ട്, അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം.
നമ്മളിവിടെ കണ്ടപ്പോൾ ഒരു തമിഴ് വൈബ് അടിക്കാൻ വേണ്ടിയിട്ട് കയറണം കേട്ടോ. ചിലപ്പോൾ പാളി പോവും, ഒത്താലൊത്തു. ഹോട്ടലൊക്കെ പക്ക ഓൾഡ് സെറ്റപ്പാണ്, പിന്നെ അതും ഒരു വൈബാണല്ലോ. ബിരിയാണിയൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്ഥലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നടന്ന് കാണാം. ഈ വീടുകളൊക്കെ കണ്ടോ, അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു പക്ക തമിഴ് ഗ്രാമം. ബിരിയാണീനെ പറ്റി പറഞ്ഞില്ലല്ലോ, പക്ക എരിവുള്ളൊരു ലോക്കൽ തമിഴ് ബിരിയാണി. അതുപോലെ ഈ തമിഴ് മസാലക്കറികൾക്കൊക്കെ വേറൊരു ടേസ്റ്റാണല്ലേ. ചിക്കൻ കറി ആയാലും സാമ്പാറായാലും ഇവരുടെ ഒരു കറിക്കൂട്ടുകൾക്കൊക്കെ വേറൊരു ടേസ്റ്റാണ്. ഇവിടുത്തെ കടകളിൽ അതിൻ്റെ മസാല പാക്കറ്റ് കിട്ടും. അതായത് തമിഴ്നാട് വഴി വരുമ്പം ഒരു 10-15 ചിക്കൻ പാക്കറ്റ് അല്ലെങ്കിൽ സാമ്പാർ പൗഡറൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് തമിഴ് സ്റ്റൈലിലൊരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ സാമ്പാറൊക്കെ വെക്കാം. ഉച്ച സമയം ആയതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ, ഇവിടെ ഒന്നും അധികം ആളുകളെ കാണാനില്ല. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സിമ്പിൾ തമിഴ് വില്ലേജ്. നമുക്ക് കുറച്ച് നേരം ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഞങ്ങൾ വേട്ടയ്ക്കാരൻ പുത്തൂർ ടൗണിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് കണ്ടൊരു സ്ഥലം, എന്താ പറയുക, ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നമ്മൾ ഈ വാൾപേപ്പറിലൊക്കെ കാണുന്ന സ്ഥലങ്ങളില്ലേ, അതുപോലത്തെ ഒരു അടിപൊളി സ്ഥലം. ഈ ഒരു സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു വലിയ ഫാം ഹൗസും കൂടെ ഉണ്ട്. ഭയങ്കര രസമുള്ള നല്ല വൃത്തിക്ക് കിടക്കുന്ന കാളകളും കുതിരകളും ഒക്കെ മേഞ്ഞ് നടക്കുന്ന ഒരു ഫാം ഹൗസ്. എല്ലാം കൂടി ചേർന്ന് വേട്ടയ്ക്കാരൻ പുത്തൂർ ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു. കാരണം അത്ര ഭംഗിയുള്ളൊരു സ്ഥലം, അത്ര ക്ലീനായിട്ടുള്ള വില്ലേജുകൾ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെറിയ വഴികൾ കാണുമ്പോൾ, ഗ്രാമത്തിലേക്കുള്ള വഴികളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ബൈക്കുമായിട്ട് ഉള്ളിലേക്ക് ഒരു 5-6 കിലോമീറ്ററൊക്കെ വെറുതെ ഓടിച്ചു പോയിട്ട് വരും. കാരണം ചിലപ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലോ. അങ്ങനെ വീണ്ടും പോകുന്നതിനിടയ്ക്ക് ഒരു ചെറിയ വഴി, നല്ല ഭംഗിയുള്ള വഴി കണ്ടപ്പോൾ സൈഡിൽ ബൊഗൈൻ വില്ലകളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗി. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഒരു സ്ഥലം കാണിച്ചു തരാം. നമ്മുടെ തേന്മാവിൻകൊമ്പത്ത് സിനിമയില്ലേ, ആ സിനിമയിൽ ആ കാലത്തുണ്ടായിരുന്ന സ്ഥലമുണ്ടല്ലോ, അതുപോലെ തന്നെയുള്ളൊരു സ്ഥലം കാണിച്ചു തരാം. ഉണ്ടോ, പക്ക തേന്മാവിൻകൊമ്പത്ത്, പക്ക അതേ സ്ഥലം, അതേ ഫ്രെയിമുകൾ, സംഭവങ്ങളൊക്കെ. ഇപ്പോഴും ഈ കാലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ കാണാൻ പറ്റി എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യം. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഈ കാണുന്ന അണ്ണൻ്റെ കടയിൽ ഞങ്ങൾ പതിയെ വണ്ടി ഒതുക്കി. അങ്ങനെ നല്ല തണൽ മരങ്ങളും അതിനിടയിലൂടെ വൈകുന്നേരത്തെ ഗോൾഡൻ ലൈറ്റ് ഇങ്ങനെ അരിച്ചിറങ്ങുന്നതൊക്കെ കണ്ട് ഒരു കട്ടനൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഈ നാടിൻ്റെ ഏതോ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ് ഇവിടെ വന്ന് നിർത്തുന്നു. ആളുകൾ ചായ കുടിക്കാൻ ഇറങ്ങുന്നു. ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് ബസ്സിൻ്റെ ചില്ലൊക്കെ കഴുകുന്നു. ഇങ്ങനെയുള്ള കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ കിട്ടി. ഇവിടെ ഇരുന്ന് അണ്ണൻ്റെ കുറേ കഥയൊക്കെ കേട്ട് സമയം ഇപ്പോൾ 2-2.5 മണിക്കൂർ ഇവിടെ ഇരുന്ന് കഥ കേട്ടു. ഇപ്പോൾ ഇരുട്ടി തുടങ്ങി, ഇനിയിപ്പം പതിയെ പോകണം. വേറെ കുറേ സ്ഥലങ്ങൾ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അണ്ണൻ്റെ കഥ കേട്ട് ഇവിടെ ഇരുന്ന് സമയം പോയി. ഏതാ ചിക്കൻ്റെ സാമ്പാറും മേടിക്കാം. ഇത് സാമ്പാറല്ലേ? സാമ്പാർ. ആ, ചിക്കൻ്റെ 2 ഓരോന്ന് വെച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് കുറച്ച് കറി പാക്കറ്റുകളൊക്കെ വാങ്ങി. അതെല്ലാം കഴിഞ്ഞ് പാലക്കാട് പല്ലശ്ശന വന്ന് ഇവരുടെ കതിർ മഹോത്സവമൊക്കെ കൂടിയിട്ടാണ് തിരിച്ചു പോക്ക്. സാധാരണ എല്ലാ വർഷവും ഇവിടങ്ങളിലൊക്കെ ഈ വിളവെടുപ്പിൻ്റെ സമയത്ത് നടത്തുന്ന ഒരു ആഘോഷമാണ്.